കൂടുതൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നത് മുസ്ലിമുകളുടെ രഹസ്യ ഹലാൽ ആയുധമാണെന്നും ആ ആയുധത്തിലൂടെ നഗരങ്ങളെ മുസ്ലിം ഭൂരിപക്ഷമാക്കാമെന്നും പഠിപ്പിക്കുന്ന പാകിസ്ഥാനി ഇസ്ലാമിക പണ്ഡിതൻ യാസിർ ഖാദിയുടെ വീഡിയോ വീണ്ടും വൈറലാകുന്നു. കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന ഈ രഹസ്യ ഹലാൽ ആയുധത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തലമുറ കഴിയുമ്പോൾ തന്നെ ജനസംഖ്യയിൽ 50% മുസ്ലിമാകുമെന്നും യാസിർ ഖാദിയുടെ വീഡിയോയിൽ പറയുന്നു. മുസ്ലിങ്ങളുടെ ഉയർന്ന ജനന നിരക്ക് അവരുടെ രഹസ്യ ആയുധമാണെന്ന് പറയുന്ന യാസിർ ഖാദി സ്വീഡന്റെ ഉദാഹരണത്തിലൂടെ യൂറോപ്പിന്റെ ഇസ്ലാമികവൽക്കരണത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതായും വീഡിയോയിൽ കാണാം. ഒരൊറ്റ തലമുറയ്ക്കുള്ളിൽ സ്വീഡിഷ് നഗരങ്ങളിലെ ജനസംഖ്യ മുസ്ലിം ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുമെന്ന് യാസിർ ഖാദി നിരീക്ഷിച്ചു. സ്വീഡനിലെ മൂന്നാമത്തെ വലിയ നഗരമായ മാൽമോയിലെ തെരുവുകളിലൂടെ നടക്കുന്നത് ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലൂടെയോ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലൂടെയോ നടക്കുന്നത് പോലെയാണെന്ന് മാൽമോയിലെ അതിവേഗ മാറ്റത്തെക്കുറിച്ച് ഖാദി പറഞ്ഞു. സ്വീഡിഷ് ജനസംഖ്യ അതിന്റെ നെഗറ്റീവ് ജനന നിരക്ക് നിലനിർത്തുകയും ഇസ്ലാമിക മതസ്ഥർ മുസ്ലിം ജനസംഖ്യ നിലനിർത്തുകയും ചെയ്താൽ ഒരു തലമുറയ്ക്കുള്ളിൽ ഏതാണ്ട് പകുതിയോളം ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ ഇടം നേടാനുള്ള സാധ്യത വളരെ വലുതാണെന്നും യാസിർ ഖാദി വിലയിരുത്തി. അനിയന്ത്രിത കുടിയേറ്റത്തിന്റെ പരിണിതഫലങ്ങൾ രാജ്യത്തിന്റെ സുസ്ഥിതിക്ക് കോട്ടം സൃഷ്ടിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് സ്വീഡൻ. 29 ലക്ഷത്തോളം കുടിയേറ്റക്കാർ, അതായത് രാജ്യത്ത് 4-1 കുടിയേറി വന്നതാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അനധികൃത കുടിയേറ്റത്തിലൂടെ ഇസ്ലാമിക തീവ്രവാദികൾ യൂറോപ്പിലേക്ക് നുഴഞ്ഞുകയറുകയും യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനസംഖ്യാപരമായി വളർന്ന് യൂറോപ്പിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള നിഗൂഢ അജണ്ടകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രവണതയെ അരക്കിട്ടുറപ്പിക്കുന്നതാണ് യാസിർ ഖാദിയുടെ പ്രസ്തുത വീഡിയോ. And the Muslim population maintains, Muslims have mashallah the average of 5, 6, 7 kids, right? The average, mashallah, that's for secret weapon I say. That the prediction is, this is the halal secret weapon, guys, huh? So nobody take the video and miss it. Halal secret weapon. It's not our fault we have more kids, guys. You want to do whatever you want to do. It's all halal, alhamdulillah. So if the projection continues, I was told by one of the local councillors there that within one generation, it is very likely that this city will almost be half Muslim.